ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് അടിപൊളി ഒരു വെറൈറ്റി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിത് ഉണ്ടാക്കുന്ന നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബീറ്ററൊന്നും ഇല്ലാതെ എഗ്ഗില്ലാതെ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തു. അതിലേക്ക് ഈ ഒരു കപ്പിന് ഒരു കപ്പ് ഫുള്ളായിട്ടില്ല റവ ഇട്ടെടുത്തത്. ഇനി നമുക്ക് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര തന്നെ ഇട്ടെടുത്തത്. ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്താ നോക്കാം. പാലാണ് കേട്ടോ, 1/4 കപ്പ് പാൽ ഒഴിച്ചെടുത്തു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി പാലിൻ്റെ പോരായ്കളുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പാൽ 1/4 കപ്പിൻ്റെ അടുത്ത് തന്നെ ഒഴിച്ചിരുന്നു കേട്ടോ. ഇനി ഈ ഒരു കപ്പിന് 1/4 കപ്പ് തന്നെ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അത് ഒഴിച്ചെടുത്തു. ഇനി മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്കിതിൽ എന്താ ആഡ് ചെയ്ത് നോക്കാം. ഇനി ചോക്ലേറ്റ് ആണ് കേട്ടോ, ഡയറി മിൽക്ക്. നമ്മൾ 10 രൂപേൻ്റെ ഡയറി മിൽക്ക് ഉണ്ടല്ലോ, അത് 4 എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൊളിച്ച് ഇതിലിട്ടെടുക്കാം. അപ്പോൾ ഞാൻ 4 അതിലേക്ക് പൊട്ടിച്ചിട്ടെടുത്തു. ഇനി നമുക്കിത് ഫൈനായിട്ട് നല്ലോണം നരക്കാം. അപ്പോൾ നല്ലോണം അരച്ചിട്ടോ. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാൻ പാല് യൂസ് ചെയ്ത്, എനിക്ക് പാല് കുറച്ച് പോരായ്കണ്ട് തോന്നി. അപ്പോൾ ഞാൻ 1/4 കപ്പോട് പാല് ഇതിലേക്ക്, സാധാ തണുത്ത പാൽ തന്നെ കേട്ടോ യൂസ് ചെയ്തു, ഒന്ന് കട്ടി കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാൽ ഒഴിച്ചതിന് ശേഷമുള്ള ബാറ്ററാണ് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനിതാ പിന്നെ ബേക്കിംഗ് പൗഡർ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ടെടുത്തു. ഇനി നല്ലോണം മിക്സ് ചെയ്ത് ഈ സമയം കൊണ്ട് ഞാനിതാ ഗ്യാസുമ്മേൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം, നമ്മൾ ബേക്ക് ചെയ്യുന്ന നോൺ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഒരു നമ്മൾ ഒഴിവാക്കിയൊരു പാൻ ഉണ്ടല്ലോ, ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പാൻ വെച്ചു, ബേക്ക് ചെയ്യാനുള്ള പാൻ വെച്ചു. അപ്പോൾ ചൂടായതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 10-20 മിനിറ്റ് ഇത് നമുക്ക് അടച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ, കുട്ടികൾ ചോക്ലേറ്റ് കേക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മൈദ അല്ലാതെ റവ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പോൾ ഞാൻ അടച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടോ. നട്ട്സ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റിൻ്റെ അടുത്ത് ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് മൊത്തമായിട്ടോ, നല്ല വെന്തിട്ടുണ്ട്, പൊന്തി വന്നിട്ടുണ്ട്. ടൂത്ത് പിറ്റിനോട് കുത്തി നോക്കി, മാവ് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ചൂടാറിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി ഇത് അടിപൊളിയായി വന്നിട്ടുണ്ട്, സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, ഉള്ളൊക്കെ സോഫ്റ്റൊക്കെ ഉണ്ട്, നല്ല കുട്ടികൾക്കൊക്കെ ചൂടോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കേക്കാണ്. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് എഗ്ഗില്ലാതെ ബീറ്ററില്ലാതെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.